الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. إحرام نويت العمرة وأحرمت بها لله تعالى. ഉംറക്ക് ഞാൻ കരുതുകയും അതുകൊണ്ട് ഇഹ്റാം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇത് ഉംറയുടെ നിയ്യത്ത്. ഹജ്ജിനാണെങ്കിൽ അല്ലാഹുവേ ഞാൻ ഹജ്ജ് ചെയ്യാൻ കരുതുകയും അതുകൊണ്ട് ഇഹ്റാം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക്. അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്ത് ഞാനിതാ വരുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ബിഹജ്ജിൻ ലബ്ബൈക്. അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഹജ്ജ് കൊണ്ട് ഇഹ്റാം ചെയ്ത് ഞാനിതാ വരുന്നു. ഇതാണ് നിയ്യത്ത്. നിയ്യത്ത് വെച്ചതിന് ശേഷം അദ്ദേഹം തൽബിയത്ത് ചൊല്ലൽ പ്രധാനമായ സുന്നത്താണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഇത് തൽബിയത്ത്. തൽബിയത്ത് എപ്പോൾ ചൊല്ലുകയാണെങ്കിലും 3 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലൽ സുന്നത്തുണ്ട്. തൽബിയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ആ സ്വലാത്തിൽ ഏറ്റവും നല്ലത് ഇബ്രാഹിമി സ്വലാത്താണ്. നാം എല്ലാം അത്തഹിയ്യാത്തിൽ ഓതാറുള്ള സ്വലാത്തുണ്ടല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ എന്ന് തുടങ്ങുന്ന ആ സ്വലാത്താണ് ഏറ്റവും ഉത്തമം. സ്വലാത്തിന് ശേഷം അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന. അല്ലാഹുവേ നിന്റെ തൃപ്തിയും നിന്റെ സ്വർഗ്ഗവും ഞാൻ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ സുഖ്തിക വന്നാർ. നിന്റെ കോപവും നരകവും ഞാൻ കാവൽ തേടുന്നു എന്ന് ദുആ ചെയ്യലും സുന്നത്തുണ്ട്. ഇപ്പോൾ നാം ഇഹ്റാമിൽ പ്രവേശിച്ചിരിക്കുന്നു. ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ആളുകളെല്ലാവരും പോകാറ്. കാരണം അതിന് ഹജ്ജ് ഉംറ എന്നീ ഇവ രണ്ടും ജീവിതത്തിൽ ഒരിക്കൽ ഫറളാണ്. ഈ ഫറളാക്കപ്പെട്ട 2 കർമ്മവും ചെയ്യുന്നതിന് 3 രൂപങ്ങളുണ്ട്. ഈ 3 രൂപത്തിൽ ചെയ്യാം. അതിൽ ഒരു രൂപമാണ് ആദ്യം ഉംറ ചെയ്യുക പിന്നെ ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. ഒരു ഉദാഹരണം പറയാം. നാം ആഹാരം കഴിക്കുമ്പോൾ ആദ്യം ഭക്ഷണം കഴിക്കുന്നു, എന്നതിന് ശേഷം വെള്ളം കുടിക്കുന്നു. ചില ആളുകൾ അങ്ങനെയാണ്. ചില ആളുകളാകട്ടെ ആദ്യം വെള്ളം കുടിക്കുന്നു, എന്നതിന് ശേഷം ആഹാരം കഴിക്കുന്നു. ചിലർ കാണാം ആഹാരവും വെള്ളവും ഒരുമിച്ച് ഇങ്ങനെ കഴിക്കുന്നു. ഇതിൽ ഏറ്റവും ഉത്തമമായത് ഏതാണ്? ആദ്യം ആഹാരം കഴിക്കുക, എന്നിട്ട് കുറെ കഴിഞ്ഞതിനു ശേഷം വെള്ളം കുടിക്കുക. ഇതാണല്ലോ ഉത്തമമായ ശാസ്ത്രീയമായ രൂപം. എന്നതുപോലെ ആദ്യം ഹജ്ജ് ചെയ്യുക, എന്നതിന് ശേഷം ഉംറ ചെയ്യുക എന്നതാണ് ഏറ്റവും ഉത്തമമായ അഫ്ളലായ രൂപം. എങ്കിലും നമ്മുടെ രാജ്യമായ കേരളത്തിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും വിശേഷിച്ച് നമ്മുടെ അബുദാബിയിൽ നിന്നുമൊക്കെ പോകുന്ന ഹാജിമാർ ആദ്യം ഉംറക്ക് ഇഹ്റാം ചെയ്ത് മക്കയിലേക്ക് പുറപ്പെടുകയും മക്കയിലെത്തി ഉംറ നിർവഹിച്ച് അവിടെ നിന്ന് എന്നതിന് ശേഷം ഹജ്ജിന്റെ സമയമാകുമ്പോൾ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ഹജ്ജ് നിർവഹിച്ച് എന്നതിനു ശേഷം പരിശുദ്ധമായ മദീന ഷരീഫിൽ റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് കൂടി ചെയ്ത് തിരിച്ചു പോരുന്നവരുണ്ട്. ആദ്യം മക്കയിലേക്ക് പോയി ഉംറ നിർവഹിച്ച് എന്നതിനു ശേഷം മദീന ഷരീഫിൽ ചെന്ന് സിയാറത്തുകളെല്ലാം കഴിഞ്ഞ് എന്നിട്ട് ഹജ്ജിന് സമയമാകുമ്പോൾ ഹജ്ജിൽ ഇഹ്റാം ചെയ്ത് ഹജ്ജിൽ പ്രവേശിക്കുന്ന ആളുകളും ഉണ്ട്. എല്ലാ അധിക ആളുകളും അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ആ രൂപത്തെ കുറിച്ച് പഠിക്കാം. ആദ്യം ഉംറക്ക് ഇഹ്റാം കെട്ടുന്നു, എന്നിട്ട് മക്കയിലെത്തുന്നു, ഉംറ നിർവഹിക്കുന്നു, എന്നതിന് ശേഷം ഹജ്ജിന്റെ സമയമാകുമ്പോൾ അഥവാ ദുൽഹിജ്ജ 8 എത്തുമ്പോൾ ഹജ്ജിൽ പ്രവേശിച്ച് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു. മേൽപ്പറയപ്പെട്ട 3 രൂപങ്ങൾക്ക് പുറമെ 4മതൊരു രൂപവും കൂടി ഹജ്ജും ഉംറയും നിർവഹിക്കുന്ന ശൈലിക്ക് ഉണ്ട്. അതത്ര പ്രസക്തമല്ലാത്തതുകൊണ്ട് ഇവിടെ പരാമർശിക്കേണ്ടതില്ല. ഇത്ലാഖ് വേണമെങ്കിൽ ഇഫ്രാദോ തമത്തുഅോ ഏതും ആക്കാവുന്നതാണ്. ആദ്യം ഉംറ നിർവഹിച്ച് പിന്നെ ഹജ്ജ് ചെയ്യുന്ന രൂപത്തിന് അറബിയിൽ തമത്തുഅ് എന്നാണ് പേര് പറയുക. ഏതായാലും ഇപ്പോൾ നാം ഹജ്ജിലും ഉംറയിലും പ്രവേശിച്ചുവല്ലോ. ഇനി ഉംറയിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇനി മക്കയിലേക്ക് നാം യാത്ര ചെയ്യുകയാണ്. ഉംറയിൽ അല്ലെങ്കിൽ ഹജ്ജിന്റെ 2ാമൊരു ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഇനി അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അഥവാ ഹറാമുകൾ എന്നാണ് അതിന് പറയുക. മുഹറമാത്തുൽ ഇഹ്റാം.
ഇഹ്റാമിൽ പ്രവേശിച്ചാൽ നിഷിദ്ധമായ കാര്യങ്ങൾ, മദ്യപാനം, വ്യഭിചാരം ഹറാമായതുപോലുള്ള ആ നിലക്കുള്ള ഹറാമല്ല. ഇത് ജീവിതത്തിൽ സാധാരണ ചെയ്യൽ ഹലാലായതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. പക്ഷെ ഇനി ഇഹ്റാമിൽ പ്രവേശിച്ചത് കൊണ്ട് വർജിക്കേണ്ടതാണ്, അഥവാ ചെയ്തു പോയാൽ നിഷിദ്ധമാണ്. അതോടുകൂടി ഹജ്ജ് ചെയ്താൽ ഹജ്ജ് കുറ്റമറ്റതാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഹജ്ജ, ഒരാൾ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ഫലം യർഫുസ് വലം യഫ്സുഖ്, തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എങ്കിൽ മാത്രമേ ഹജ്ജ് മബ്റൂർ അഥവാ കുറ്റങ്ങളില്ലാത്ത തെറ്റുകളില്ലാത്ത ഹജ്ജായി മാറുകയുള്ളൂ. അവയിൽ ഒന്ന് പുരുഷന്മാരെ മാത്രം ബാധിക്കുന്നവയുണ്ട്, സ്ത്രീകളെ മാത്രം ബാധിക്കുന്നവയുണ്ട്. പുരുഷന്മാരെ ബാധിക്കുന്ന ആദ്യം പറയാം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിന്റെ അവരുടെ ഡ്രസ് ഉണ്ടല്ലോ, ആ ഡ്രസ്സ് 2 വസ്ത്രത്തിൽ കവിഞ്ഞ് വേറെ ഒരു വസ്ത്രവും അവർ ഇഹ്റാമിന്റെ സമയത്ത് ഉടുക്കാൻ പാടില്ല. അതിനാൽ കാലിൽ ഷൂ ഇടാൻ പാടില്ല, സോക്സ് ധരിക്കാൻ പാടില്ല, അടിവസ്ത്രങ്ങളായി ഒന്നും പാടില്ല. ചെരുപ്പ് തന്നെ കാൽപാദം ആകെ മൂടുന്ന പാദരക്ഷ ധരിക്കാതെ ഒരു വാർച്ചെരുപ്പ് പോലെയുള്ള ആവായി ചെരുപ്പ് പോലെയുള്ള ചെരുപ്പാണ് ധരിക്കേണ്ടത്. പിന്നെ അടിവസ്ത്രങ്ങൾ ഒന്നും പാടില്ല. അതിനാണ് നാം കട്ടിയുള്ള ഇഹ്റാമിന്റെ വസ്ത്രം വാങ്ങി ഉടുക്കുന്നത്. പിന്നെ തല മറക്കാൻ പാടില്ല, പുരുഷന്മാർ തല മറക്കാൻ പാടില്ല. പുതച്ചിരിക്കുന്ന മുണ്ടുകൊണ്ടോ അല്ലാത്ത മുണ്ടുകൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ട് തല മറക്കാൻ പാടില്ല. എന്നാൽ വളരെ കഠിനമായ ശക്തിയായ തണുപ്പോ ചൂടോ കൊണ്ട് സഹിക്കാൻ കഴിയാത്ത വിധം ചൂടോ മറ്റോ ഏറ്റ് രോഗിയാണ് എങ്കിൽ പിന്നെ രോഗത്തിന്റെ പരിഗണന വെച്ചുകൊണ്ട് അവർക്ക് തലമറക്കാം, പാടില്ലാത്ത പലതും ചെയ്യാം. അതിന് ഫിദിയ എന്ന പരിഹാര മാർഗം വേണ്ടതും വേണ്ടാത്തതുമുണ്ട്. നമുക്ക് വിശദമായി അത് പിന്നെ പഠിക്കാം. ഇപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെ പഠിക്കാം: തലമറക്കാൻ പാടില്ല, അടിവസ്ത്രങ്ങൾ പാടില്ല, സോക്സ് ധരിക്കാൻ പാടില്ല, ഷൂ ധരിക്കാൻ പാടില്ല. എന്നാൽ ബെൽറ്റ് കെട്ടാം, കയ്യിൽ വാച്ച് കെട്ടാം, മോതിരം ധരിക്കാം, കണ്ണട വെക്കാം. ബെൽറ്റ് കെട്ടുക എന്ന് പറയുമ്പോൾ ബെൽറ്റ് പണമോ വെക്കാൻ മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പണം വെക്കാവുന്ന ബെൽറ്റ് കെട്ടാം. അതിന് പുറമെ വസ്ത്രത്തിന്റെ അടിയിൽ തന്നെ പണമൊക്കെ സൂക്ഷിക്കാവുന്ന വിധം തുണിശീല കൊണ്ടോ മറ്റോ തയ്ച്ചുണ്ടാക്കിയ സഞ്ചി കെട്ടാം. അതൊക്കെ ചെയ്യാം. ഇതാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. സ്ത്രീകളെ സംബന്ധിച്ച് കാലിന്റെ പാദം മുതൽ ശരീരം ആകെ മറയുന്ന വസ്ത്രം അവർ ധരിക്കണം. ഇതാണ് വസ്ത്രത്തെ സംബന്ധിച്ച് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പൊതുവേ ഉള്ളത്. ഇനിയും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മുണ്ടും പുതച്ചിട്ടുള്ള മുണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടാൻ പാടില്ല. അഥവാ പുതച്ച മുണ്ടിന്റെ തലയെടുത്ത് ഉടുത്തിരിക്കുന്ന മുണ്ടിന്റെ തലയുമായി കൂട്ടിക്കെട്ടാൻ പാടില്ല. അതുപോലെ തന്നെ തമ്മിൽ കൂട്ടി തുന്നിച്ചേർത്ത് പിന്നുകൊണ്ടോ മറ്റോ തുന്നിച്ചേർത്താൻ പാടില്ല. ബട്ടൺസ് ഇടാൻ പാടില്ല, സിബ് വെക്കാൻ പാടില്ല. എന്നാൽ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിന്റെ ഉള്ളിലേക്ക് പുതച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ തല തിരികെ വെക്കാം. ഇത് മാത്രം പുരുഷന്മാർക്ക് പറ്റും. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെല്ലാം ഇഹ്റാം ചെയ്താൽ നിഷിദ്ധമായ പുരുഷന്മാരെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചത്. സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങൾ നോക്കാം. സ്ത്രീകളെ മാത്രം ബാധിക്കുന്നത് ഒന്ന്, അവർ മുഖം മറക്കാൻ പാടില്ല. കയ്യിൽ കയ്യുറ എന്നതൊരു വസ്ത്രമാണ്, അത് ധരിക്കാൻ പാടില്ല. ഇതാണ് സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിൽ ഹറാമായത്. ഇനി പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ ബാധിക്കുന്ന ഹറാമായ ചില കാര്യങ്ങളുണ്ട്. അവ പറയാം. ഒന്ന്, ഇഹ്റാം ചെയ്ത വ്യക്തിയുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഉപയോഗിക്കുന്ന സ്ഥലത്തോ സുഗന്ധദ്രവ്യങ്ങളോ വ്യഞ്ജനങ്ങളോ ആയ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ പെർഫ്യൂം, അത്തർ ഉപയോഗിക്കാൻ പാടില്ല. ഈ വക സാധനങ്ങളൊന്നും സുഗന്ധദ്രവ്യങ്ങളാണ്, അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ മനഃപൂർവം അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കൽ ഹറാമാണ്. അഥവാ എങ്ങാനും മനഃപൂർവമല്ലാതെ അല്ലെങ്കിൽ അറിവില്ലാതെ അല്ലെങ്കിൽ മറന്നുകൊണ്ട് ചെയ്തു പോയാൽ അത് കുറ്റകരം അല്ല. ഈ സുഗന്ധദ്രവ്യങ്ങൾ എന്ന് പറയുമ്പോൾ സുഗന്ധമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റല്ല. സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്ന അത്ര കടയിലോ മറ്റോ കയറിയിരിക്കുന്നത് തെറ്റല്ല. സുഗന്ധദ്രവ്യമുള്ള കുപ്പികളോ സാധനങ്ങളോ കൊണ്ടുപോകുന്നത് തെറ്റല്ല. പക്ഷെ കോർക്കിട്ടടച്ചിരിക്കണം. ഇതാണ്. ഇനി നാം ഉപയോഗിക്കുന്ന സ്ഥലത്ത് നാം ഉപയോഗിക്കലാണ് ഹറാമ്.
നാം കഅബ ഷരീഫിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ അത്ർ പുകച്ചു, അല്ലെങ്കിൽ അവിടെ ഊത് പുകച്ചു, അത് നമ്മുടെ വാസന, നാം അവിടെ അങ്ങോട്ട് ചെന്നിട്ട് ആ വാസന എടുത്ത് മണക്കുകയാണെങ്കിൽ അത് ഹറാമാകും. ഊത് പുകക്കുന്നിടത്ത് പുക നമ്മുടെ മേത്തേക്ക് ഇങ്ങോട്ട് അടുപ്പിച്ച് ആക്കുകയാണെങ്കിൽ അത് ഹറാമാകും. അതിനാൽ ഉപയോഗം ആണ് നമുക്ക് നിഷിദ്ധമാകുന്നത്. വിശുദ്ധ കഅബ ഷരീഫ് ആളുകൾ കൈവച്ചുകൊണ്ട് പൊത്താറുണ്ട്, ആളുകൾ ധാരാളമായി അത്ര അതിൽ കൊണ്ടുപോയി പുരട്ടാറുണ്ട്. ആ അത്ര പുരട്ടിയ സന്ദർഭത്തിൽ നാം പോയി ഇഹ്റാമിലായ വേഷത്തിലാണെങ്കിൽ ഇഹ്റാമിന്റെ ഡ്രസ്സ് കൊണ്ട് അത് ഒപ്പിയെടുക്കുന്നതോ അതിൽ മുഖം വെച്ചുകൊണ്ട് മണക്കുന്നതോ നമുക്ക് നിഷിദ്ധമാകുന്നു. ഇങ്ങനെ നിഷിദ്ധമായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സ്ത്രീ പുരുഷന്മാർക്കും ഒരുപോലെ ഹറാമായതാണ് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കൽ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സുഗന്ധമുള്ള ഒരു മരുന്നാണ് കോടാലിത്തൈലം. ആ കോടാലിത്തൈലം നാം പുരട്ടാറുണ്ടല്ലോ. തലവേദനയാകുന്ന ഒരു ഹാജിക്ക് ഇഹ്റാമിലാണ്, അദ്ദേഹത്തിന് അത് പുരട്ടാമോ? പുരട്ടാം. എന്തുകൊണ്ട്? ഇത് സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല. നാം ആരെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ സാധാരണ കുളിച്ച് ഡ്രസ്സ് ചെയ്ത് ഭംഗിയാകുമ്പോൾ സുഗന്ധങ്ങൾ പുരട്ടുന്നത് പോലെ ആ സന്ദർഭത്തിൽ നാം ആരെങ്കിലും കോടാലിത്തൈലം എടുത്ത് പുരട്ടാറുണ്ടോ? ഇല്ല. അത് സുഗന്ധത്തിന് ഉപയോഗിക്കാത്തത് കൊണ്ട് അത് നിഷിദ്ധമല്ല. ഇങ്ങനെ സുഗന്ധ വ്യഞ്ജനങ്ങളാകട്ടെ ദ്രവ്യങ്ങളാകട്ടെ സുഗന്ധത്തിന് വേണ്ടി പ്രധാനമായും ഉപയോഗിക്കുന്ന വസ്തുക്കൾ പാടില്ല. ഇനി ഞാൻ പ്രത്യേകമായി പറയട്ടെ, വിമാനയാത്ര ചെയ്യുന്ന ഹാജിമാരാണെങ്കിൽ വിമാനത്തിൽ കയറിയാൽ അവർക്ക് ഭക്ഷണം കഴിച്ചാൽ കൈ തുടക്കുന്നതിന് വേണ്ടി ഒരു കർച്ചീഫ് കൊടുക്കാറുണ്ട്. അത് മുതയ്യബാണ്, സുഗന്ധം പൂശപ്പെട്ടതാണ്. അത് ഉപയോഗിക്കൽ നിഷിദ്ധമാകുന്നു. അതുപോലെ തന്നെ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടതാണ്, വിമാനത്തിൽ കയറിയാൽ തണുക്കുമ്പോൾ പലപ്പോഴും അവർ തല മറച്ചു പോകാറുണ്ട്. തെറ്റാണ്. കാലിൽ വയസ്സന്മാരൊക്കെ ആകുമ്പോൾ വിശേഷിച്ചും വിറയുന്നത് കാണുമ്പോൾ എയർ ഹോസ്റ്റസ് കാലിൽ സോക്സോ മറ്റോ ഇടാൻ കൊണ്ടു കൊടുക്കും. അത് വാങ്ങിയിടുന്നത് തെറ്റാണ്, ഹറാമാണ്. ഇത്തരം കാര്യങ്ങൾ ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങളാണ്, അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ശരീരത്തിൽ നിന്ന് രോമമോ നഖമോ കൊഴിക്കുക എന്നത് രണ്ടുപേർക്കും ഒരുപോലെ നിഷിദ്ധമാണ്. അപ്പൊ സ്ത്രീകളുടെ മുടി ചീകുന്നിടത്ത് ശ്രദ്ധിക്കണം, ചീകാൻ പാടില്ല. കുളിച്ചിട്ട് തല തോർത്തുന്നത് ശ്രദ്ധിക്കണം. കുളിക്കേണ്ടതാണ്. കുളിച്ചു കഴിഞ്ഞാൽ തല തോർത്തുമ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കണം. പുരുഷന്മാരും സ്ത്രീകളും നന്നായി ശക്തിയായി തല അമർത്താൻ പാടില്ല. വെള്ളം മെല്ലെ ഒപ്പിയെടുക്കാനേ അവർക്ക് പാടുള്ളൂ. ഈ വിധത്തിൽ നമ്മുടെ പ്രവൃത്തിപരമായി ചീകിയിട്ടോ അല്ലെങ്കിൽ വെട്ടിയിട്ടോ തോർത്തിയിട്ടോ മാന്തിയിട്ടോ കരിച്ചിട്ടോ ഒക്കെ നമ്മുടെ പ്രവൃത്തിപരമായി മുടി കൊഴിയാൻ പാടില്ല. അത് നിഷിദ്ധമാണ്. ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് വെച്ച് 3 രോമം ശരീരത്തിൽ നിന്ന് കൊഴിച്ചാൽ അതിന് കടുത്ത പ്രതിവിധിയുണ്ട്. ഒരു ആടിനെ വാങ്ങി അറുത്തു കൊടുക്കേണ്ട വിധത്തിലുള്ള ഒരു ഫിദിയ പരിഹാര മാർഗം അതിന് ചെയ്യണം. അതിന് പുറമെ അത് ഹറാമുമാണ്. മാത്രമല്ല, ഇതൊക്കെ ഹറാമാകുന്നത് അറിഞ്ഞും മനഃപൂർവ്വം ചെയ്താലാണ്. അറിവില്ലാതെ കണ്ട് സംഭവിച്ചു പോയി ഹറാമല്ല, അല്ലെങ്കിൽ മറന്നു ചെയ്തു പോയി ഹറാമല്ല. എന്നാൽ മുടി മാന്തിക്കൊഴിക്കുന്നിടത്ത്, നഖം വെട്ടിക്കളയുന്നിടത്ത് അറിഞ്ഞു ചെയ്താലും വേണ്ടിയില്ല, അറിയാതെ ചെയ്താലും വേണ്ടിയില്ല, മനഃപൂർവ്വം ചെയ്താലും വേണ്ടിയില്ല. എങ്ങനെ ചെയ്താലും അതിന് പരിഹാരം ഫിദിയ പിന്നീട് കൊടുക്കേണ്ടതുണ്ട്. അത്രയും വലിയ തെറ്റാണ് മുടി മാന്തിക്കൊഴിക്കൽ. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെയൊക്കെ മുടി സാധാരണ സ്വാഭാവികമായി കൊഴിഞ്ഞു പോകാറുണ്ട്. അത് തെറ്റല്ല. അതിനാൽ ഹാജിമാര് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ടോർച്ചടിച്ച് തലയിണമൽ മറ്റേ മുടിയുണ്ടോ എന്ന് ചിക്കിപ്പരത്തി അന്വേഷിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ പ്രവൃത്തിപരമായി മുടി കൊഴിഞ്ഞു പോകാൻ പാടില്ല. ഇത് നിഷിദ്ധമാകുന്നു. മറ്റൊന്ന്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ നിഷിദ്ധമാണ് ശരീരത്തിലെ താടിയിലും തലയിലും എണ്ണ ഉപയോഗിക്കൽ. ശരീരത്തിലൊക്കെ ഉപയോഗിക്കാം. എന്നാൽ സുഗന്ധമുള്ള എണ്ണയാണ് എങ്കിൽ, ഹെയർ ഓയിൽ പോലെയുള്ള സുഗന്ധവാസനയുള്ള എണ്ണയാണ് എങ്കിൽ അത് ശരീരത്തിലും ഉപയോഗിക്കാൻ പാടില്ല. സാധാരണ വെളിച്ചെണ്ണ, എള്ളെണ്ണ തുടങ്ങിയ എണ്ണ, ക്രീമുകൾ, സുഗന്ധമില്ലാത്ത തലയിൽ മാത്രം ഉപയോഗിക്കുന്ന ക്രീമുകൾ ശരീരത്തിൽ പുരട്ടി എന്നതുകൊണ്ട് തെറ്റല്ല. തലയിലോ താടിയിലോ എണ്ണ ഉപയോഗിക്കൽ നിഷിദ്ധമാകുന്നു. ഇഹ്റാമിൽ നിഷിദ്ധമാകുന്ന ചില കാര്യങ്ങൾ നാം പഠിച്ചത്. ഇനിയുമുണ്ട് ചില കാര്യങ്ങൾ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദർശന, സ്പർശന, ചുംബനാദികൾ ഇഹ്റാം ചെയ്താൽ നിഷിദ്ധമാണ്. വികാരത്തോടുകൂടിയുള്ള ദർശന, സ്പർശന, ചുംബനാദികളെല്ലാം നിഷിദ്ധമാണ്. മറ്റൊരു നിഷിദ്ധമാണ് സംഭോഗം നടത്തൽ. ഇഹ്റാമിൽ പ്രവേശിച്ച ദമ്പതിമാർ അഥവാ സംഭോഗം നടന്നുപോയാൽ കടുത്ത തെറ്റാണ്. ആ തെറ്റ് കൊണ്ട് ഹജ്ജ് ഫസാദായി, ഹജ്ജ് നശിപ്പിച്ചു എന്നാണ് പറയുക. മറ്റു ഹറാമുകൾ ചെയ്താൽ അതിന് ചെയ്യുന്ന പരിഹാരമാർഗമായ ഫിദിയ കൊടുത്തുകൊണ്ട് തന്നെ ഹജ്ജ് സ്വഹീഹാവുന്നതാണ്.
എന്നാൽ സംഭോഗം നടന്നാൽ അതിന് പരിഹാരക്രിയ നടത്തി എന്നതുകൊണ്ട് ഹജ്ജ് സ്വഹീഹാവുകയില്ല, ഹജ്ജ് ഫസാദായി. ഏതായാലും ഹജ്ജ് ഫസാദായല്ലോ, ഇനി ഹജ്ജ് നിർത്തിവെച്ച് ഞാൻ നാട്ടിലേക്ക് പോകട്ടെ എന്ന് കരുതാമോ? അത് പറ്റില്ല. ആ ഫസാദായ ഹജ്ജ് തുടങ്ങിയത് അമലുകളെല്ലാം ചെയ്ത് പൂർത്തിയാക്കൽ നിർബന്ധമാണ്. അതിനു പുറമെ അടുത്ത വർഷം രണ്ടുപേരും വന്ന് ഹജ്ജ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അതുകൊണ്ടും അവസാനിച്ചില്ല, ഒരൊട്ടകത്തെ വാങ്ങി അറുത്ത് പാവങ്ങൾക്ക് മാംസം ധർണം ചെയ്യൽ നിർബന്ധമാണ്. ഇത്രയും കടുത്ത കഫാറത്ത് പ്രായച്ചിത്തമാണ് സംഭോഗം ഇഹ്റാമിൽ നടന്നാൽ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. മറ്റൊരു ഹറാമ്, ഇഹ്റാം ചെയ്താൽ നിക്കാഹ് നടത്താനും നടത്തിക്കൊടുക്കാനും പാടില്ല. അഥവാ ഇഹ്റാം ചെയ്ത പുരുഷൻ തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന വലിയാകാൻ പറ്റില്ല. മകനോ മകളോ അഥവാ ഇഹ്റാം ചെയ്ത സ്ത്രീയോ പുരുഷനോ വധുവോ വരനോ ആയി നിക്കാഹ് സ്വീകരിക്കാനും പാടില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിച്ചതിനു ശേഷം നിക്കാഹ് സ്വഹീഹല്ല. ഉദാഹരണത്തിന്, ഒരാൾ ഇഹ്റാം ചെയ്തു, അദ്ദേഹത്തിന് മകളെ വിവാഹം ചെയ്തു കൊടുക്കാനുണ്ട്. യാത്ര തുറന്നുകൊണ്ടിരിക്കുമ്പോൾ യാത്രാ സംഘത്തിലോ മറ്റോ കണ്ട ഒരു പുതിയാപ്പിളയെ തെരഞ്ഞെടുത്ത് മകളെ അദ്ദേഹം നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ പാടില്ല. അഥവാ അങ്ങനെ നടത്തിയാൽ ആ നിക്കാഹ് ബാത്തിലാണ്. അതുപോലെ തന്നെ നിക്കാഹ് സ്വീകരിക്കാനും പാടില്ല. വിവാഹം ചെയ്തു തരുന്നത് സ്വീകരിക്കാൻ ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തിക്ക് പാടില്ല. കരജീവികളായ വേട്ടജന്തുക്കളായ ജീവികളെ വേട്ടയാടുക എന്നത് നിഷിദ്ധമാണ്, പാടില്ല. വീട്ടുജീവികളായ കോഴി, താറാവ്, ആട് എന്നൊന്നുമല്ല, പശു വർഗത്തിൽപ്പെട്ട ഒന്നുമല്ല, കാട്ടുജീവികളായ അതേസമയം ഭക്ഷ്യയോഗ്യമായ കരജീവികളെ വേട്ടയാടുന്നത് നിഷിദ്ധമാണ്. ആ കൂട്ടത്തിൽ ഹറമിലൊക്കെ ചെന്നാൽ ചില രാത്രികളിൽ കൂട്ടമായി ജറാദ്, വെട്ടുകിളി എന്ന ചെറിയ ജീവി കൂട്ടത്തോടെ കാണാൻ കഴിയും. അതിനെ നശിപ്പിക്കാനോ മനഃപൂർവ്വം ചവിട്ടി കൊല്ലാനോ പാടില്ലാത്തതാണ്. ഇത്രയും കാര്യങ്ങൾ ഇഹ്റാം ചെയ്ത മുഹ്രിമിന് നിഷിദ്ധമാണ്. ഈ കാര്യങ്ങൾ സംഭവിക്കാതെ ശ്രദ്ധിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ ഹമലുകൾ സ്വഹീഹാവുകയുള്ളൂ. മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വറുബ്ബമർതകബ ബഅദുൽ ആമ്മത്തി ശൈഅൻ മിൻ ഹാദിഹിൽ മുഹറമാത്തി, ചില നിഷിദ്ധമായ ഹറാമുകളിൽ ചില സാധാരണക്കാരൊക്കെ ചെയ്യും. വഖാല, എന്നിട്ട് അദ്ദേഹം പറയും, അന അഫ്തദി മുതവഹിമൻ അന്നഹു ബിൽതിസാമിൽ ഫിദിയത്തി യതഖല്ലസു മിൻ വബാലിൽ മഅസിയത്തി, ഞാൻ മുടി മാന്തിക്കൊഴിക്കുകയാണ്, ഞാൻ സോപ്പ് ഉപയോഗിക്കുകയാണ്, ഞാൻ സുഗന്ധം ഉപയോഗിക്കുകയാണ്, ഒരു ഫിദിയ കൊടുക്കുകയല്ലേ വേണ്ടു, സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫിദിയ കൊടുക്കാം, അതുകൊണ്ട് രക്ഷപ്പെടും എന്ന വ്യാജ എന്ന ധാരണയോടെ ഈ ഹറാമുകൾ ചെയ്യുന്ന ധാരാളം സാധാരണക്കാരുണ്ട്. വദാലിക ഖതഉൻ സ്വരീഹുൻ വജഹുലുൻ ഖബീഹുൻ, മഹാവിഡ്ഢിത്തരവും വിവരമില്ലായ്മയും തെറ്റും അബദ്ധവുമാണ് ആ ചെയ്യുന്നത്. ഫഇന്നഹു യഹ്റുമു അലൈഹിൽ ഫിഅലു, ഈ പ്രവൃത്തികൾ പറഞ്ഞവയെല്ലാം അത് ഹറാമാണ്. വൈദാ ഖാലഫ, അതിന് വിരുദ്ധം ചെയ്താൽ അസിമ, കുറ്റക്കാരനാണ്. വജബത്തുൽ ഫിദിയത്തു, ഫിദിയ നിർബന്ധവുമാകുന്നു. എന്നാൽ വലൈസത്തുൽ ഫിദിയത്തു, ഫിദിയ അല്ല, മുബീഹത്തൻ ലിൽ ഇഖ്ദാമി അലാ ബൈദൽ മുഹറം, ഈ നിഷിദ്ധങ്ങളായ പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു പാസ് അല്ല, ഒരു അനുവാദം അല്ല ഫിദിയ എന്നുള്ളത്. വജഹാലത്തു ഹാദൽ ഫാഇലി, ഇത് ചെയ്യുന്ന ആളുടെ വിവരക്കേട്, കജഹാലത്തി മൻ യഖൂലു അന അശ്റബുൽ ഖംറ വഅസ്നി വൽ ഹദ്ദ് യുതഹിറുനി, ഞാൻ വ്യഭിചരിക്കും, ഞാൻ മദ്യപിക്കും, എന്നെ ഇസ്ലാമിക കോടതി ഹദ്ദടിക്കുകയാണെങ്കിൽ, ശിക്ഷിക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടുമല്ലോ, എന്റെ കുറ്റം കഴിഞ്ഞുവല്ലോ എന്ന് പറയുന്ന വിവരദോഷിയെ പോലെയുള്ള വിവരക്കേടാണ് ഈ സാധാരണക്കാർ പറയുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഫഖദ് അഖ്റജ ഹജ്ജുഹു അൻ യകൂന മബ്റൂറാ, അദ്ദേഹത്തിന്റെ ഹജ്ജ് കുറ്റമറ്റതായി തീരുകയില്ല, മബ്റൂറായി തീരുകയില്ല. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വർഗം പ്രതിഫലം ലഭിക്കുന്ന വിധത്തിലുള്ള ഹജ്ജായി തീരണമെങ്കിൽ ഹാജിമാര് കേവലം 1,00,000 രൂപ മുടക്കി വിമാനമോ ബസ്സോ കയറി മക്കത്തെത്തി കുറച്ച് ദിവസമൊക്കെ അവിടെ അങ്ങനെ താമസിച്ച് പോകുന്നത് കൊണ്ട്, കഅബ തവാഫ് ചെയ്തതുകൊണ്ട്, മിനയിലും അറഫയിലും പോയത് കൊണ്ട് മാത്രം പോരാ. ഈ ഹറാമുകൾ ഇഹ്റാമിൽ വരാതെ വളരെയധികം സൂക്ഷിക്കണം. അതാണ് ഹാജിയുടെ ഏറ്റവും വലിയ ബാധ്യത. ഇതുകൊണ്ടാണ് നാം ഈ മുഹറമാത്തുൽ ഇഹ്റാം, ഇഹ്റാം കഴിഞ്ഞ ഉടനെ തന്നെ പറയാനുണ്ടായ കാരണം. കുറെ മുഹറമാത്തുകളെ പറ്റി ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ.
സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, അബദ്ധങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, എണ്ണ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരു ഹാജി കടയിൽ കയറി ഒരു ബിരിയാണി കഴിച്ചാൽ സ്വാഭാവികമായിട്ടും അതിന്റെ നെയ്യും എണ്ണയും ഒക്കെ അയാളുടെ കയ്യിലും വായിലും ചുണ്ടലും ഒക്കെ ആകുന്നത് സാധാരണയാണ്. അയാൾക്കാണെങ്കിലോ സോപ്പ് ഉപയോഗിക്കാനൊട്ട് പാടുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എണ്ണ ഉപയോഗിക്കുക എന്നുള്ളത് ഇവിടെ നടക്കുകയും അത് ഒഴിവാക്കാനുള്ള സോപ്പ് ഉപയോഗിക്കൽ പാടില്ല എന്നാവുകയും ചെയ്താൽ ഇനി ഹാജി എന്താ ചെയ്യുക ഈ മുഹറമാത്ത് ഇല്ലാതിരിക്കാൻ? എണ്ണ ഉപയോഗിക്കാനും പാടില്ല, ഉപയോഗിച്ചു പോയി. സോപ്പ് ഇഞ്ചി തൊടാനും പാടില്ല. ഇത് രണ്ടും തെറ്റാണ്. എണ്ണ ഉപയോഗിക്കാനും പാടില്ല, സുഗന്ധ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഹോട്ടലിൽ കൈ കഴുകുന്ന വാഷിംഗ് ബേസിന്റെ അടുത്തൊക്കെ വാസനയുള്ള സുഗന്ധമുള്ള സോപ്പോ അല്ലെങ്കിൽ ലോഷനോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ തന്നെയാണ് ഉള്ളത്. എന്നാൽ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഇത് രണ്ടും മനഃപൂർവ്വം ഹാജ് ചെയ്തതാണോ അതല്ല ഹാജി അബദ്ധത്തിൽ ചെയ്തു പോയതാണോ, വിവരമില്ലാതെയോ മറന്നോ? സാധാരണഗതിയിൽ ബിരിയാണിയൊക്കെ നെയ്ച്ചോറൊക്കെ അങ്ങനെ പുരട്ടി പോയതാണോ? എങ്കിൽ വിവരമില്ലാതെയോ മറന്നോ ചെയ്തതാണെങ്കിൽ അത് ഹാജിക്ക് ഫിദിയ നിർബന്ധം ഇല്ല, കുറ്റവും ഇല്ല. മനഃപൂർവ്വം ചെയ്താലാണ് അതിന് കുറ്റവും ഫിദിയയും നിർബന്ധമാകും ഉണ്ടായിത്തീരുന്നത്. അബദ്ധത്തിൽ ചെയ്താൽ ഫിദിയ വേണ്ടതില്ല. ഇനി അങ്ങനെ അത് മാത്രമല്ല, ഇനി മുടി മാന്തി കൊഴിക്കുന്നിടത്തും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ മുടി കൊഴിക്കുന്നിടത്തുള്ള പ്രശ്നം, അവിടെ മനഃപൂർവ്വമാകട്ടെ മറന്നാകട്ടെ എങ്ങനെ ചെയ്താലും ഫിദിയ കൊടുക്കണം. മറന്നുകൊണ്ടാണ് ഒരാൾ മാന്തിയിട്ട് മുടി കൊഴിച്ചത്, അല്ലെങ്കിൽ മുടിയെ ചീർപ്പെടുത്ത് ചീകിയിട്ട് മുടി കൊഴിച്ചത്, അല്ലെങ്കിൽ കുളിച്ചപ്പോൾ ഇങ്ങനെ തോർത്തിയിട്ട് മുടി കൊഴിച്ചത്, മറന്നുകൊണ്ടാണെങ്കിൽ കുറ്റം ഇല്ല, ഹറാമ് ഇല്ല. അതേസമയം ഫിദിയ നിർബന്ധവും ആവും. ഇതിന് പൊതുവായ വല്ല മാനദണ്ഡമുണ്ട്? മാനദണ്ഡമുണ്ട്. വളരെ നന്നായി ചോദിച്ചത്. വെരി ഗുഡ്. ഹമീദ് ബാക്കവി ചോദിച്ച് വളരെ ഭംഗിയായിട്ടുണ്ട്. നമുക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മുഹറമാത്തുകൾ, ഹറാമായ കാര്യങ്ങൾ, ഒന്ന് പുരുഷന്മാരെ മാത്രം ബാധിക്കുന്ന തലമറക്കൽ, ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രങ്ങളായ ബനിയൻ, ഷർട്ട്, അടിവസ്ത്രങ്ങൾ, തൊപ്പി തുടങ്ങിയവ ധരിക്കൽ, മൂട്ടിയ തുണി ഉൾപ്പെടെ, ഷൂ ധരിക്കൽ, സോക്സ് ധരിക്കൽ, ഇതൊന്നും പുരുഷന്മാർക്ക് പാടില്ല. സ്ത്രീകൾക്ക് മുഖവും മുൻകൈയും മറക്കാൻ പാടില്ല. മുൻകൈ മറക്കാൻ കയ്യുറ എന്ന വസ്ത്രം ധരിക്കരുത്. കയ്യിലൊരു മുറിവുണ്ടെങ്കിൽ അത് വെച്ച് കെട്ടി ബാൻഡേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറ്റും, കുഴപ്പമില്ല. കാരണം അത് രോഗചികിത്സയാണ്. മറ്റത് കയ്യുറ എന്നൊരു സ്ത്രീകളുടെ ഒരു പ്രത്യേക വസ്ത്രമാണ്, അത് ധരിക്കാൻ പാടില്ല. ഇത് ഒന്ന് വസ്ത്രം. രണ്ട്, ശരീരത്തിലോ വസ്ത്രത്തിലോ ഉപയോഗിക്കുന്ന സ്ഥലത്തോ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. രണ്ട്. മൂന്ന്, ശരീരത്തിൽ നിന്നോ നഖവും മുടിയും കൊഴിക്കുക. നാല്, ശരീരത്തിൽ താടിയിലും തലയിലും എണ്ണ ഉപയോഗിക്കുക. അഞ്ച്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ശൃംഖാര വർത്താനങ്ങൾ, സംസാരങ്ങൾ, അവർ തമ്മിലുള്ള വിചാരവികാരത്തോടു കൂടിയുള്ള ദർശന, ചുംബന, സംസാരാദി കർമ്മങ്ങളെല്ലാം. 5. 6, ഭാര്യാഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അഥവാ സംഭോഗം നടത്തുക. 6. 7, നിക്കാഹ് നടത്തലും നടത്തിക്കൊടുക്കലും. മറ്റൊന്ന് പറഞ്ഞത് വേട്ട ജന്തുക്കളെ നശിപ്പിക്കൽ. ഈ കാര്യങ്ങളെ നാം രണ്ടാക്കി തിരിക്കണം. മൊത്തത്തിൽ രണ്ടാക്കി തിരിക്കണം. ഒന്ന് സുഖഭോഗ കാര്യങ്ങളാണ്, മറ്റൊന്ന് നശിപ്പിക്കുന്ന ഇനങ്ങളാണ്. സുഖഭോഗ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കല്, ഇപ്പൊ തല മറക്കാൻ പാടില്ല എന്നുള്ളത് തല മറച്ചാതെ സുഖമെടുക്കലാണ്. സുഗന്ധം ഉപയോഗിക്കല്, എണ്ണ പുരട്ടല്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങള്, സംഭോഗമല്ലാത്ത മറ്റു ബന്ധങ്ങള്, ഇതെല്ലാം ഒരു തരം സുഖമെടുക്കലായതുകൊണ്ട് ഇവ മനഃപൂർവം ചെയ്തെങ്കിൽ, അറിഞ്ഞും മനഃപൂർവം ചെയ്തെങ്കിൽ മാത്രമേ ഫിദിയ കൊടുക്കേണ്ടതുള്ളൂ. അറിയാതെ ഒരാൾ ചെയ്തു പോയാൽ, അല്ലെങ്കിൽ മറന്നുകൊണ്ട് ചെയ്തു പോയാൽ ഫിദിയ വേണ്ട, അവർക്ക് കുറ്റവും ഇല്ല. ഇനി ഇവയിൽ രണ്ടാമത്തെ പാർട്ട് നശിപ്പിക്കുക എന്ന ഇനമാണ്. അവയിൽ ഒന്ന് വേട്ടജന്തുക്കളെ നശിപ്പിക്കലാണ്. നഖവും മുടിയും കൊഴിക്കൽ, അതും ഒരു ഇനം നശിപ്പിക്കലാണ്. ഇവ മനഃപൂർവം ചെയ്താലും മറന്നു ചെയ്താലും അറിവോടുകൂടി ചെയ്താലും അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചാലും ഫിദിയ വേണം. അതേസമയം മറന്നുകൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ സംഭവിച്ചതാണെങ്കിൽ ഹറാമിന്റെ ശിക്ഷയോ കുറ്റമോ ഉണ്ടാവുകയില്ല, ഫിദിയ നിർബന്ധമാണ്. അത് പറ്റും. അത് കാരണം ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ വീടിന്റെ മുന്നിൽ പുതിയ ഒരു കാർ ഒരാൾ കൊണ്ടുവന്ന് നിർത്തി, പുതിയതോ പഴയതോ ആയ കാർ കൊണ്ടുവന്ന് നിർത്തി. ഏതോ പിള്ളേര് പോയി കല്ലെടുത്തെറിഞ്ഞ് ഗ്ലാസ് പൊട്ടിച്ചു.
ഉടമ വന്നാൽ പറയും, കുട്ടികളായതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് ഗ്ലാസ് മാറ്റി തരണം. അത് ശറഇന്റെയും വിധിയാണ്, സാമാന്യ മര്യാദയുമാണ്. ശറഇന്റെ വിധിയും അങ്ങനെ തന്നെയാണ്. അതേസമയം ആ നശിപ്പിച്ചത് കുട്ടിയോ ഭ്രാന്തനോ ഒന്നുമല്ല, ഒരു വലിയ ആളാണെങ്കിലോ അയാളെ ശിക്ഷിക്കുക കൂടി ചെയ്യുന്നു. ഇതുപോലെ മനഃപൂർവ്വമാണ് ചെയ്തതെങ്കിൽ ഹറാമുമാണ്, അതിന് ഫിദിയ പരിഹാരവും വേണം. മനഃപൂർവ്വമല്ല, മറന്നുകൊണ്ടാണെങ്കിൽ ശിക്ഷയോ ഹറാമോ ഇല്ല, പക്ഷേ ഇത് നശിപ്പിക്കലായതുകൊണ്ട് അതിന് ഫിദിയ കൊടുക്കേണ്ടതാണ്. പറഞ്ഞത് ബോധ്യപ്പെട്ടു. ഏതായാലും ഉസ്താദിന് ഇപ്പോൾ ഫിദിയ എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലായി കാണില്ല. എന്നാൽ ഞാനുകൊണ്ട് വിശദീകരണം വേണം. ഫിദിയ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അഥവാ ഇഹ്റാമിൽ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചാലുള്ള ഫിദിയയും, ഇനി നമുക്ക് മറ്റൊരു ഫിദിയ വാജിബാത്തുകൾ നഷ്ടപ്പെട്ടാൽ പഠിക്കാണ്ട്, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇത് പഠിക്കാം. ഈ ഫിദിയ എന്നാൽ ഒന്നുകിൽ ഉളുഹിയ്യത്തിന് പറ്റുന്ന മാട് വർഗത്തിൽപ്പെട്ട, പശു വർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ജീവിയെയോ അല്ലെങ്കിൽ ഒരു ആടിനെയോ അറുത്ത് പാവങ്ങൾക്ക് ധർമ്മം ചെയ്യുക. അതിന് സാധിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ 3 സ്വാഇ, ഒരു സ്വാഇ എന്നാൽ 4 മുത്ത് എന്നാണ് പഴയ കാലത്തെ അളവ്, ഹദീസുകൾ വന്ന അളവ് അങ്ങനെയാണ്. അഥവാ ഒരു സ്വാഇ എന്നാൽ സാമാന്യം ഒരു 2.5 കിലോ ഉണ്ടാവും, കിലോ കണക്കിന് കൂട്ടുമ്പോൾ. അപ്പോൾ ഏകദേശം 7.5-8 കിലോഗ്രാം അരി 6 മിസ്കിന്മാർ, അത് ഹറമിലുള്ള മിസ്കിന്മാർ, നാട്ടിൽ വന്നിട്ട് മിസ്കിന്മാർക്ക് കൊടുത്താൽ പറ്റില്ല, ഇത് ഹജ്ജിന് പോയിട്ടുള്ളതല്ലേ, അവിടെ നിന്നുള്ള ഹറമിലെ മിസ്കിന്മാർക്ക് അരി കൊടുക്കണം. 3 സ്വാഇ അഥവാ ഒരു 8 കിലോ അരി 6 മിസ്കിന്മാർക്ക് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ 3 ദിവസം നോമ്പ് നിൽക്കണം. ഇത് ഇഷ്ടം പോലെ എന്ത് ചെയ്താൽ മതി. രാവിലെ ഭർത്താവ് ഡ്യൂട്ടിക്ക് പോകാൻ ഭാര്യ ചോദിച്ചു, നിങ്ങൾ ഉച്ചക്ക് ഊണ് കഴിക്കാൻ വരില്ലേ? ഓ വരും. എന്താണ് കറി ഉണ്ടാക്കേണ്ടത്? ഇറച്ചിയോ മത്സ്യമോ അല്ലെങ്കിൽ പച്ചക്കറിയോ നിനക്ക് ഇഷ്ടം പോലെ ചെയ്തു. അപ്പോൾ ഭാര്യയ്ക്ക് ഇഷ്ടാനുസാരം ചെയ്യാം എന്നതുപോലെ ഒന്നുകിൽ ആടിനെ അറുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അരി വാങ്ങിക്കൊടുക്കുക 3 സ്വാഇ 6 മിസ്കിന്മാർക്ക്, അതല്ലെങ്കിൽ നോമ്പെടുക്കുക, ഇഷ്ടം പോലെ ചെയ്യാം. ഇതാണ് വാജിബുൽ മുഖയ്യർ എന്നാണ് ഇതിന്റെ സാങ്കേതികമായ പ്രയോഗം. ഇപ്പോൾ നാം ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ കൂടി പഠിച്ചു. ഇങ്ങനെ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇഹ്റാമിലാണ്, നേരെ സഞ്ചരിക്കുന്ന പരിശുദ്ധമായ മക്കയിലേക്കാണ്. അബുദാബിയിൽ നിന്ന് പോകുന്ന നമ്മുടെ ഹാജിമാർ കരവഴിയായതുകൊണ്ട് കർണുൽ മനാസിൽ എന്ന പോയിന്റിലാണ് അവർ എത്തുക. അവിടെ നിന്നാണ് അവർ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. മീഖാത്ത് കർണുൽ മനാസിൽ, അസൈൽ എന്ന പുതിയ പേരിലാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. ആ സ്ഥലത്തു നിന്നായിരിക്കും അവർ ഇഹ്റാമിൽ പ്രവേശിക്കുക. ഏകദേശം 80 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ നാം പരിശുദ്ധ മക്കയിലേക്ക് എത്തി. കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന ഹാജിമാരാണെങ്കിൽ അവർ അധികം വിമാനം വഴിയായതുകൊണ്ട് അവർ വിമാനത്താവളത്തിൽ നിന്ന് തന്നെ ഈ വക കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ഇഹ്റാമിൽ പ്രവേശിച്ച് അവർ വിമാനത്തിൽ കയറുക. അങ്ങനെ വിമാനം ചെന്ന് ജിദ്ദയിൽ ഇറങ്ങുന്നതിന് മുമ്പാണ് അവരുടെ മീഖാത്ത്. ജിദ്ദയിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കർമ്മങ്ങൾ ചെയ്യാൻ സാധാരണക്കാർക്ക് പ്രയാസമായതുകൊണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ എയർപോർട്ടിൽ നിന്ന് വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെയാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് വിമാനത്തിൽ കയറുന്നത്. നാം വിമാനത്താവളത്തിൽ ഇറങ്ങിയവരാകട്ടെ, കരവഴി പോകുന്നവരാകട്ടെ, ബസ് പരിശുദ്ധമായ ഹറമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു സത്യവിശ്വാസിയുടെയും മനസ്സ് ഈമാനികമായ പ്രകാശത്താൽ ഇത്രയും കാലം അവർ ജീവിതത്തിൽ കണ്ണുകൊണ്ട് നഗ്നദൃഷ്ടി കൊണ്ട് കാണാതെ ഏതൊരു അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് അഭിമുഖമായി സൽക്കർമ്മങ്ങൾ മുഴുവനും ചെയ്തുവോ ആ പരിശുദ്ധ കഅബാലയത്തെ നിറകണ്ണുകളോടെ കാണാനുള്ള അവസരം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹറം എന്ന അതിർത്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വജഅൽനാ ഹറമൻ ആമിന എന്ന് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിൽ ഹറം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഹറം എന്ന് പറഞ്ഞതിന് അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ, നാം ആ പരിശുദ്ധ ഹറമിനെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ആ ഹറം എന്നത് പരിശുദ്ധമായ മക്കയുടെ പരിസരത്തുള്ള ജിദ്ദയുടെ ഭാഗത്തേക്ക് ഇത്ര കിലോമീറ്റർ, മദീനയുടെ ഭാഗത്തേക്ക് ഇത്ര കിലോമീറ്റർ, ത്വായിഫിന്റെ ഭാഗത്തേക്ക് ഇത്ര കിലോമീറ്റർ, ഇങ്ങനെ നാനാ ഭാഗത്തേക്കും പ്രത്യേകമായി അളവ് നിശ്ചയിച്ചിട്ടുള്ള ഭൂപ്രദേശത്തിനാണ് ഹറം എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സുരക്ഷിത മേഖല എന്നാണ് അതിന്റെ അർത്ഥം. ഇത് അല്ലാഹു തആല പ്രഖ്യാപിക്കുകയും അത് മലക്കുകൾ മുഖേന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും മഹാനായ മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ആ ഹറമിലേക്ക് അടുത്ത് കൊണ്ടിരുന്നു. ഹറമിന്റെ അതിർത്തിയിലെത്തുമ്പോൾ സത്യവിശ്വാസികൾ മനം പൊട്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഹാദാ ഹറമുക വഅംനുക ഫഹദ്ദിംനി അലന്നാർ.
വആമിന്നി അദാബക യൗമ തബ്അസു ഇബാദക വജഅൽനി മിൻ ഔലിയാഇക വഅഹ്ലി ത്വഅതിക. അല്ലാഹുവേ, ഇത് നിന്റെ ഹറമാണ്, ഇത് നിന്റെ നിർഭയമായ സ്ഥലമാണ്, സുരക്ഷിത മേഖലയാണ്. അതുകൊണ്ട് എന്നെ നരകാഗ്നിയിൽ നിന്നും നീ സംരക്ഷിക്കണം, നീ എനിക്ക് കാവൽ നൽകണം, സുരക്ഷിതത്വം നൽകണം. നിന്റെ പരലോകത്തുള്ള അദാബിൽ നിന്നും കഠോരമായ ശിക്ഷയിൽ നിന്നും എന്നെ നീ കാക്കണം. സഹായമേറ്റെടുത്ത നിന്റെ ഉത്തമരായ ദാസന്മാരിൽ നീ എന്നെ പെടുത്തിത്തരണം എന്നർത്ഥം വരുന്ന ദുആ ഹാജിമാര് മനമുരുകി ദുആ ചെയ്തുകൊണ്ട് അവർ പരിശുദ്ധമായ ഹറമിലേക്ക് എത്തിയാൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് അവർ സാധനങ്ങളൊക്കെ ഇറക്കി കൊണ്ടുപോയി വെച്ച് താമസ സൗകര്യങ്ങളൊക്കെ ഉള്ളതിൽ സംതൃപ്തരായി ഇനി അവർ ബാക്കി ഉംറയുടെ ബാക്കി കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയായി. നാം പറഞ്ഞുവല്ലോ, ആദ്യം നാം ഇഹ്റാം ചെയ്തിരിക്കുന്നു. ഇനി അവർ പരിശുദ്ധമായ കഅബ ശരീഫ് തവാഫ് ചെയ്യണം. അതിനുശേഷം സഈ ചെയ്യണം സഫാ മർവക്കിടയിൽ. എന്നതിനു ശേഷം മുടി മുറിക്കണം. ഇതോടുകൂടി അവരെ ഉംറ കഴിയുന്നു. ഇതിൽ ഇനി ഈ പറഞ്ഞ കർമ്മങ്ങളിൽ അറഫയിൽ നിൽക്കൽ, മുസ്ദലിഫയിൽ രാപ്പാർക്കൽ, മിനായിലെ ജംറത്തുൽ അഖബകളെ എറിയൽ എന്നീ കാര്യങ്ങൾ കൂടെ കൂടുമ്പോൾ ഹജ്ജും കൂടിയാവുന്നു. ഇപ്പോൾ നമുക്ക് ആദ്യം ഉംറയെ പറ്റി പഠിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഉംറയുടെ റുക്ന് എന്നാണ് പറയുക. ഹജ്ജിനും ഉംറക്കും റുക്നുകൾ, വാജിബാത്തുകൾ എന്നീ രണ്ട് വിധ നിർബന്ധ ഘടകങ്ങളുണ്ട്. റുക്നും വാജിബാത്തും തമ്മിൽ വ്യത്യാസം ഞാൻ സാധാരണ പറയാറുണ്ട്. ഒരു കട്ടൻ ചായ കണക്കാണ്. ഒരു കട്ടൻ ചായ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിന് എന്തെല്ലാം ഘടകങ്ങളുണ്ട്? ഒന്ന്, തിളച്ച വെള്ളം. രണ്ട്, ചായല. തേയിലയും തിളച്ച വെള്ളവുമില്ലാതെ ഒരിക്കലും കട്ടൻ ചായ ഉണ്ടാവുകയില്ല. അത് അവയുടെ ഈ കടും ചായയുടെ നിർബന്ധ ഘടകമാണ്, റുക്നു എന്ന് പറയാം. ഇനിയും ഉണ്ട് ഘടകങ്ങൾ. പഞ്ചസാര, അതില്ലെങ്കിലും കട്ടൻ ചായയാകും. പരിഹരിക്കാൻ വകുപ്പുണ്ട്. നഷ്ടപ്പെട്ട പഞ്ചസാര വേണ്ടതാണെങ്കിലും നഷ്ടപ്പെട്ടാൽ പരിഹരിക്കാൻ വകുപ്പുണ്ട്. ഇതാണ് വാജിബാത്തുകൾ. ഇങ്ങനെ ഹജ്ജിനാണെങ്കിൽ റുക്നുകളും വാജിബാത്തുകളും 5 വാജിബാത്തുകൾ, 6 റുക്നുകൾ, 6ഉം 5ഉം 11 കാര്യങ്ങൾ. ഉംറക്കാകുമ്പോൾ അതിന്റെ റുക്നുകൾ: 1 ഇഹ്റാമിൽ പ്രവേശിക്കുക, 2 തവാഫ് ചെയ്യുക, 3 സഈ ചെയ്യുക, 4 മുടി മുറിക്കുക. അതോടെ ഉംറ അവസാനിച്ചു. ഈ കർമ്മങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ് നാം ഇനി പഠിക്കേണ്ടത്. തവാഫ് ചെയ്യണമെങ്കിൽ പരിശുദ്ധ കഅബ ശരീഫ് നിലകൊള്ളുന്ന മസ്ജിദുൽ ഹറാം എന്ന വലിയ പള്ളിയിലേക്ക് പ്രവേശിക്കണം. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇനി ഹാജിമാർ ചെയ്യേണ്ടത്. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ വരുമ്പോൾ മസ്ജിദുൽ ഹറാം എന്ന പള്ളിക്ക് അതിവിശാലമായ പള്ളി ആയതുകൊണ്ട് വളരെയധികം ഗേറ്റുകൾ, വാതിലുകൾ ആ പള്ളിക്കുണ്ട്. പക്ഷേ ഹാജിമാർ ആദ്യം വരുന്നവർ ഏത് വാതിലിലൂടെ കടക്കണം എന്നതിനെ സംബന്ധിച്ച് പണ്ഡിത ലോകം പഠിപ്പിച്ചിട്ടുള്ളതും ഇത്തിബാഴ്, റസൂലും സ്വഹാബത്തും ചെയ്തിട്ടുള്ള ഇത്തിബാഴും ബാബുസലാം എന്ന വാതിലിലൂടെ കടക്കണം എന്നാണ്. ബാബുസലാം എന്ന ഗേറ്റിന്റെ വാതിലിന്റെ ചാരത്ത് കൂടെ ആ സൈഡിലൂടെ വരുന്ന ഹാജിമാരല്ല വേറെ ഭാഗത്തു കൂടെ വരുന്നവരാണെങ്കിൽ പോലും ആ വാതിലിലൂടെ പ്രവേശിക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് നടന്നുവരൽ പ്രത്യേകമായി സുന്നത്തുണ്ട്. അങ്ങനെ ആ വാതിലിലൂടെ പ്രവേശിക്കണം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം ഫഹയ്യിനാ റബ്ബനാ ബിസ്സലാം എന്ന ദുആയും സാധാരണയിൽ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന ആ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടാണ് പ്രവേശിക്കേണ്ടത്. എന്താണ് ആ വാതിലിലൂടെ തന്നെ പ്രവേശിക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് പറയാൻ കാരണം? അതിന് പ്രധാന പല കാരണങ്ങളും പണ്ഡിത ലോകം പറയുന്നുണ്ട്. ഒന്ന്, ആ വാതിൽ ഉള്ളത് നേരെ കഅബ ശരീഫിന്റെ വാതിലുള്ള ഇബ്രാഹിം മഖാമുള്ള സംസം കിണറുള്ള നിലകൊള്ളുന്ന ആ നേരാഭിമുഖമായിട്ടാണ്. ഏതൊരു ഭവനത്തിലേക്കും കടന്നു ചെല്ലുന്നത് അതിന്റെ പ്രധാന കവാടത്തിലൂടെയല്ലേ, മുൻഭാഗത്തിലൂടെയല്ലേ? നാം ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അടുക്കളയിലൂടെയല്ലോ കയറി ചെല്ലേണ്ടത്. എന്ന അടിസ്ഥാനത്തിലാകാം ആ അഷറഫായ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കഅബ ശരീഫിന്റെ വാതിലുള്ള കിഴക്കുഭാഗമാണ്. കാരണം വാതിലിന്റെ നേരെ മുമ്പിലാണ് ഇബ്രാഹിം മഖാം, അതിന് പരിസരത്താണ് സംസം കിണറുള്ളത്. ഇതുകൊണ്ട് ആ ഭാഗത്തേക്കാണ് ഈ കവാടത്തിലൂടെ ബാബുസലാമിലൂടെ കടന്നു ചെന്നാൽ എത്തുന്നത്. മറ്റൊന്ന് അൽ ഇത്തിബാ, റസൂലും സ്വഹാബത്തും അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഹാജിമാർ ബാബുസലാമിലൂടെ ദിക്റുകൾ ചൊല്ലി മസ്ജിദിൽ പള്ളിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. അല്പം കൂടി മുമ്പോട്ട് ചവിട്ടടികൾ വെക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭവനം കഅബ ശരീഫ് കണ്ണുകൊണ്ട് കാണുകയാണ്. 2 കൈകളും പൊക്കി അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തഅലീമൻ വതശ്രീഫൻ വതക്രീമൻ വമഹാറതൻ വബിറ അല്ലാഹുമ്മ സിദ് മൻ അല്ലമഹു വശറഫഹു വകറമഹു തഅലീമൻ വതശ്രീഫൻ വതക്രീമാ
അല്ലാഹുവേ, ഈ ഭവനത്തെ മിമ്മൻ ഹജ്ജഹു വ ഇഅ്തമറഹു, ഹജ്ജ് ചെയ്യുകയോ ഉംറ ചെയ്യുകയോ ചെയ്യാൻ വന്ന ജനങ്ങളിൽ ആരൊക്കെ ഇതിനെ ആദരിച്ചു, ആരൊക്കെ ഇതിനെ ബഹുമാനിച്ചു, അവർക്കൊക്കെയും നീ ആദരവും ബഹുമാനവും വർദ്ധിപ്പിച്ചു കൊടുക്കണേ നാഥാ എന്നാണ് മനം പൊട്ടി ഹാജിമാർ ദുആ ചെയ്യേണ്ട പ്രാർത്ഥന. അങ്ങനെ ഏതൊരു മനുഷ്യനും കണ്ണുകൊണ്ട് ഈ കഅബ മന്ദിരം കാണുമ്പോൾ മനസ്സ് പൊട്ടാതിരിക്കുകയില്ല, കണ്ണൊലിക്കാതിരിക്കുകയില്ല, കണ്ണീർ ചാലിട്ടൊഴുകാതിരിക്കുകയില്ല. സർവശക്തനായ അള്ളാഹു അത് നമുക്ക് കാണാൻ തൗഫീക്ക് ഏറ്റി തരുമാറാകട്ടെ. ആ കഅബ ശരീഫ് കണ്ടാൽ ഇനി തവാഫിലേക്ക് പ്രവേശിക്കുകയായി. തവാഫിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തവാഫിന്റെ നിബന്ധനകൾ നാം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, തവാഫ് ചെയ്യുന്ന വ്യക്തി ത്വഹാറത്ത് ഉണ്ടാകണം. ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധി ഉണ്ടാകണം. ചെറിയ ശുദ്ധി വുളു ഉണ്ടാക്കലാണ്, ചെറിയ അശുദ്ധിയും ശുദ്ധിയാകൽ വുളു ഉണ്ടാക്കലാണ്. വലിയ ശുദ്ധി അവർക്ക് തവാഫ് ചെയ്യാനേ പാടില്ല. അപ്പൊ അതുകൊണ്ട് വലിയ ശുദ്ധിക്കാരാണ് ആർത്തവകാരികൾ. ആർത്തവകാരികൾ തവാഫിന് വേണ്ടി മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുകയോ തവാഫ് ചെയ്യുകയോ, തവാഫ് എല്ലാവരും തവാഫിന് പോകുമ്പോൾ തവാഫിന് ചെയ്യുന്നില്ലെങ്കിലും പള്ളിയുടെ ഏതെങ്കിലും ഓരത്ത് ഒഴിഞ്ഞിരിക്കുകയോ ചെയ്യാൻ പാടില്ല. കാരണം ആർത്തവകാരികൾ വലിയ ശുദ്ധിക്കാരാണ്. വലിയ ശുദ്ധിയുള്ള സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ പ്രവേശിക്കൽ കടുത്ത നിഷിദ്ധമാണ്, ഹറാമാണ്. അറിവില്ലായ്മ കൊണ്ടാകാം ധാരാളം സ്ത്രീകളായ ഹാജിമാർ തവാഫ് ചെയ്യാൻ പറ്റില്ലെങ്കിലും പള്ളിയിൽ പ്രവേശിച്ച് എവിടെയെങ്കിലും ഒതുങ്ങി മൂലക്കൽ മാറിയിരിക്കുന്നത് കാണാം. കടുത്ത തെറ്റാണ്, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കണം, വുളു ഉണ്ടാക്കണം. ഒന്നാമത്തേത്. അതോടൊപ്പം തന്നെ ധരിച്ചിരിക്കുന്ന വസ്ത്രം, ശരീരം, തവാഫ് ചെയ്യുന്ന സ്ഥലം നജസുകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നജസിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്നും, ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കണം. രണ്ടാമതായി ഔറത്ത് മറക്കണം. പുരുഷന്മാരുടെ ഔറത്ത് മുട്ടിന്റെയും രണ്ട് കാൽമുട്ടുകളുടെയും പൊക്കിളിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. അത് നിർബന്ധമായും മറച്ചിരിക്കണം. ഇഹ്റാമിലാകുമ്പോൾ ഒരു തുണി നാം ഉടുത്തിട്ട് മാത്രമാണ് ഉണ്ടാവുക. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാർ ആ ഉടുത്ത തുണി പൊക്കിളിന്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി വരാൻ പാടില്ല. മാത്രമല്ല പൊക്കിളിന്റെ മേലെ വെച്ച് തുണി ഉടുക്കുകയും ആ തുണി അഴിഞ്ഞു പോകാതിരിക്കാൻ ബെൽറ്റ് ഇട്ട് കെട്ടുകയും ചെയ്യുക വളരെ സൗകര്യപ്രദമായിരിക്കും. പിന്നെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പല സ്ത്രീകളും ഹജ്ജിൽ ഇഹ്റാം ചെയ്താൽ അവര് തിക്കിലും തിരക്കിലും മറ്റോ പെട്ടിട്ടോ അല്ലാതെയോ അവരെ മുടി പലപ്പോഴും പുറത്തു കാണാൻ സാധ്യതയുണ്ട്. തലമുടിയിൽ ആദ്യം തന്നെ എന്തെങ്കിലും മസ്തയോ മറ്റോ കെട്ടി ഭദ്രമായി മുടി ഒതുക്കി കെട്ടിയതിനു ശേഷം മുഖമക്കനയിടേണ്ടതാണ് അവർ. അതുപോലെ തന്നെ കാലിൽ സോക്സ് ഇട്ടിരിക്കണം. കാലിന്റെ നഗരോ കാലിന്റെ പുറം ഭാഗത്തിലോ ഏതെങ്കിലും ഒരല്പം ഒരു പോയിന്റെങ്കിലും പുറമെ കണ്ടുപോയാൽ പെണ്ണിന്റെ തവാഫ് സഹിയാവുകയില്ല. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അവിടെ ജനങ്ങളെത്തും. പല നാട്ടുകാരുണ്ടാകും, പല സ്വഭാവക്കാരുണ്ടാകും, പല ആദർശക്കാരുണ്ടാകും, പല ഫിഖഹിയായി കർമ്മപരമായി തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ധാരാളം ജനങ്ങൾ ഉണ്ടായിരിക്കും. നാം കേട്ടതും പഠിച്ചതും കണ്ടതും ശൈശവകാലം മുതൽ തന്നെ മരണം വരേക്കും അനുഭവിക്കുന്നതും വല്ലതും പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചത് മുഴുവനും ശാഫിഈ ഫിഖഹാണ്, കർമ്മശാസ്ത്രമാണ്. ആ കർമ്മശാസ്ത്രത്തിലുള്ള ഒരൊറ്റ സ്ത്രീകളും കാല് പുറത്ത് കാണിക്കാൻ പാടില്ല. പാകിസ്ഥാനിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന സ്ത്രീകൾ കാലിൽ സോക്സ് ഇട്ടതായി കാണാൻ കഴിയുകയില്ല. അങ്ങനെ വരുമ്പോൾ കണ്ടില്ലേ, ആ സ്ത്രീകൾ കാലിൽ സോക്സ് ഇട്ടിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് കേരളക്കാരായ മലയാളികളായ സ്ത്രീകൾ കാലിൽ നിന്ന് സോക്സ് അഴിക്കാനോ കാല് പുറത്ത് കാണിക്കാനോ തലമുടി പുറത്ത് കാണിക്കാനോ ഒരിക്കലും പാടില്ലാത്തതാണ്. കാരണം നാം ഒന്നും പഠിച്ചിട്ടില്ല. എന്തെങ്കിലും അല്പം പഠിച്ചത് ശാഫിഈ ഫിഖ്ഹാണ്, അത് തന്നെ സമ്പൂർണ്ണമായി പഠിച്ചിട്ടില്ല. എന്തെങ്കിലും അബദ്ധം വന്നാൽ തിരുത്താൻ നമുക്കറിയുകയില്ല. അതുകൊണ്ട് തന്നെ അത് അങ്ങനെയാണല്ലോ, ഇതിങ്ങനെയാണല്ലോ, ഞാൻ ആ മദ്ഹബ് സ്വീകരിക്കുന്നു, ഞാൻ ഈ മദ്ഹബ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മദ്ഹബിലും കയ്യിട്ട് വാരുന്ന ഒരു സ്വഭാവം സാധാരണക്കാർക്കുണ്ടാകലുണ്ട്. അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ സ്ത്രീകൾ ശരിക്കും ഔറത്ത് മറക്കുന്ന വിധത്തിൽ, കാലും തലയും ഒക്കെ മറക്കുന്ന വിധത്തിൽ അവർ ഔറത്ത് മറച്ചിരിക്കണം, വസ്ത്രധാരണം നടത്തിയിരിക്കണം. ഇത് ഔറത്ത് മറക്കൽ. മറ്റൊന്ന്, തവാഫ് ചെയ്യുന്ന വ്യക്തി പള്ളിക്കകത്തായിരിക്കണം. മസ്ജിദുൽ ഹറാം എന്ന കഅബ മന്ദിരം എന്ന അള്ളാഹുവിന്റെ ഭവനത്തെയാണ് തവാഫ് ചെയ്യുന്നത്. അതിനെയാണ് പ്രദക്ഷിണം ചെയ്യുന്നത്, അതിനെയാണ് ചുറ്റുന്നത്. അതിനെ ചുറ്റണമെങ്കിൽ അത് പള്ളിക്കകത്താണ്. പള്ളിയുടെ പുറത്ത് റോട്ടുമൽ പോയിട്ടോ മറ്റെവിടെയെങ്കിലും അന്തരീക്ഷത്തിൽ പോയി പള്ളിയുടെ പുറത്തുള്ള അന്തരീക്ഷത്തിൽ പോയിട്ടോ ചുറ്റിയാൽ മതിയാവുകയില്ല. പള്ളിയുടെ അകത്തോ പുറത്തോ മുകളിലോ അപ്സ്റ്റെയറിലോ അതിന്റെ വായുവിലോ എവിടെ ചുറ്റിയാലും തവാഫാകുന്നതാണ്. മറ്റൊന്ന്, തവാഫ് ചെയ്യുന്ന വ്യക്തിയുടെ ഇടതുഭാഗം കഅബ ശരീഫിലേക്കായിരിക്കണം. അതൊരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല. അത് നമുക്ക് കഅബയുടെ വിശദമായ പഠനം വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് വിശദമായി പ്രതിപാദിക്കാവുന്നതാണ് ഈ പ്രധാന കാര്യങ്ങൾ. മറ്റൊന്ന്, ഹജറുൽ അസ്വദ് എന്ന
ഒരു അള്ളാഹുവിന്റെ ഒരു കല്ല്, സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന കല്ല്, ആ കല്ല് സ്ഥാപിച്ച ഒരു മൂലയുണ്ട്. ആ മൂലയിൽ നിന്നാകണം തവാഫ് തുടങ്ങുന്നത്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, കഅബ ഷരീഫിന്റെ വാതിൽ കിഴക്കോട്ടാണ്. ആ കിഴക്കോട്ടുള്ള വാതിലിന്റെ തെക്കു ഭാഗത്താണ് ഈ മൂല, ഹജർ അസ്വദിന്റെ മൂല. ആ മൂലയിൽ നിന്നാകണം തവാഫിനെ തുടങ്ങേണ്ടത്. അവിടെ നേർക്ക് നേരെ നിന്ന് അതിലേക്ക് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ഇശാറത്ത് ചെയ്തോ, അത് മൊത്തിയോ ആംഗ്യം കാണിച്ചോ, അത് കൈമൊത്തിയിട്ട് എന്നതിന് ശേഷം തവാഫ് ചെയ്യുമ്പോൾ തിരിയണം. തിരിഞ്ഞാൽ തവാഫ് ചെയ്യുന്ന വ്യക്തിയുടെ ഇടതുഭാഗം കഅബ ഷരീഫിലേക്കായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും തവാഫ് ചെയ്യുന്നതിനിടയിൽ ശ്രദ്ധിക്കേണ്ട നിർബന്ധ ഘടകങ്ങളാണ്. ഇനി നാം നേരത്തെ പുരുഷന്മാർ ഒരു വസ്ത്രം ഉടുക്കുകയും ഒരു വസ്ത്രം പുതക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ആ ചെയ്ത പുതച്ചിട്ടുള്ളതായ വസ്ത്രം ഒന്ന് വലത്തെ ചുമല് പുറത്ത് കാണുന്ന വിധം ഒന്ന് മാറ്റി ധരിച്ചിട്ട് പൂണൂൽ വേഷത്തിൽ ധരിക്കുക എന്നത് പുരുഷന്മാർക്കെല്ലാവർക്കും തവാഫിൽ സുന്നത്താണ്. അതുപോലെ തന്നെ തവാഫ് ചെയ്യുന്ന പുരുഷന്മാർ ആദ്യത്തെ 3 തവണ സാഹചര്യം അനുകൂലമാണെങ്കിൽ, മറ്റ് ഹാജിമാർക്കോ തവാഫ് ചെയ്യുന്നവർക്കോ ബുദ്ധിമുട്ടില്ലെങ്കിൽ, തിക്കും തിരക്കുമില്ലെങ്കിൽ ഒന്ന് കുലുങ്ങി ഓടി ആദ്യത്തെ 3 തവണ ഓടി റമല് നടത്തമെന്ന നടത്തം ഒന്ന് കുലുങ്ങി ഓടി നടക്കൽ സുന്നത്തുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം തവാഫ് ചെയ്യേണ്ടത്. തവാഫ് വിശദമായി പഠിക്കണമെങ്കിൽ കഅബ ഷരീഫിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ചും കഅബ ഷരീഫുമായി ബന്ധപ്പെട്ട അനിവാര്യമായ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം കഅബ ഷരീഫിനെ ഒന്ന് പരിചയപ്പെടാം. കഅബ ഷരീഫ് അള്ളാഹുവിന്റെ ഭവനം, അത് മലക്കുകൾ അടിത്തറയിട്ടു. വിവിധ കാലഘട്ടങ്ങളിൽ നബിമാർ അത് പുതുക്കി പണിതു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമുമാണ് ആദ്യം പുനർനിർമ്മാണം നടത്തിയത്. അതിനുശേഷം പിൽക്കാലത്ത് പലപ്പോഴും പുനർനിർമ്മാണം നടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 35 വയസ്സായപ്പോൾ ഖുറൈശികൾ ഒന്ന് പുതുക്കിപ്പണിതു. ശേഷം സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഹിജ്റ 64ാമത്തെ വർഷത്തിൽ ഒന്ന് പുതുക്കിപ്പണിതു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ ബിൽഡിംഗ്, കഅബ ഷരീഫിന്റെ ബിൽഡിംഗ് കെട്ടിടം, അത് മലക്കുകൾ ഉണ്ടാക്കിയ അടിത്തറമലാണ്. മലക്കുകൾ ഉണ്ടാക്കിയ അടിത്തറ നേരെ തെക്ക് വടക്കിൽ 30 മുഴം നീളമാണ് ഉണ്ടായിരുന്നത്. കഅബ ഷരീഫിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് ഇത് കഅബ ഷരീഫിന്റെ വാതിൽ. വാതിൽ എപ്പോഴും കിഴക്കോട്ടാണ്. അത് നാം എപ്പോഴും ശ്രദ്ധിക്കുക. കഅബ ഷരീഫിനെ സംബന്ധിച്ച് മസ്ജിദുൽ ഹറാം എന്ന പള്ളിക്കകത്താണ് കഅബ ഷരീഫ് നിൽക്കുന്നത്. കഅബ ഷരീഫിൽ പള്ളിക്കകത്ത് കടന്ന ഒരാൾ ദിക്കും ദിശയും പെട്ടെന്ന് മനസ്സിലാകാതെ പോകും. വാതിൽ കിഴക്കോട്ടാണ്. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് എല്ലാ 4 അതിരുകളും പഠിക്കാൻ കഴിയുന്നു. വാതിലിന്റെ ഭാഗം പിടിച്ചുകൊണ്ട് നേരെ നോക്കിയാൽ തെക്ക് വടക്കിൽ 30 മുഴത്തിലാണ് കഅബ ഷരീഫിന്റെ അടിത്തറ മലക്കുകൾ ഉണ്ടാക്കിയിരുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പുതുക്കി പണിതപ്പോൾ ആ അടിത്തറയിൽ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ മലക്കുകൾ ഉണ്ടാക്കിയ അടിത്തറയും ഇബ്രാഹിം നബി പുതുക്കി പണിതിട്ടുള്ള കഅബ ഷരീഫും ഇന്ന് കാണുന്ന വിധം 4 മൂലകളുള്ള ചതുരാകൃതിയിൽ അല്ലായിരുന്നു. മറിച്ച് ഈ കാണുന്ന ഈ ഹജറുൽ അസ്വദിന്റെ മൂലയും ഇപ്പുറത്ത് പറയുന്ന യമാനി എന്ന മൂലയും ഉണ്ടായിരുന്നു. ആ കാണുന്ന ഭാഗത്ത് ഇപ്പോൾ നാം കാണിച്ചു വച്ചിരിക്കുന്നത് പോലെ യു ടൈപ്പിലുള്ള, യു ആകൃതിയിലുള്ള ഒരു കെട്ടിടമാണ് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയിരുന്നത്. ഖുറൈശികളുടെ കാലം വന്നപ്പോൾ അത് പുതുക്കി പണിത സന്ദർഭത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹലാലായ പണം അവർക്ക് തികയാതെ വന്നപ്പോൾ കെട്ടിടത്തിൽ സമൂലമായ ഒരു മാറ്റം അവർ വരുത്തി. നമുക്കൊന്നുകൂടി പരിചയപ്പെടാം. ഇതാ ഈ മൂലയിലാണ് ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന ഹജർ അസ്വദ് എന്ന ചെറിയ ഒരു കല്ലുണ്ട്. ആ കല്ല് സ്ഥാപിച്ചിട്ടുള്ളത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ആ കല്ല് വെച്ചിരിക്കുന്ന ആ പ്രദേശം, ആ ഭാഗം, ആ കല്ല് മൊത്തുകയും തല വെച്ച് സുജൂദ് ചെയ്യുകയും 2 കൈ കൊണ്ട് തടകി മൊത്തുകയും ചെയ്യൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. ഈ മൂലയിൽ നിന്നാണ് ഹാജിമാർ തവാഫ് ആരംഭിക്കുന്നത്. ഈ ഹജർ അസ്വദിന്റെ മൂലയുടെയും ഈ കഅബ ഷരീഫിന്റെ ഈ വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലം ഇതിന് മുൽത്തസം എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനക്ക് വളരെയധികം ഉത്തരം കിട്ടുന്ന ഒരു പ്രദേശമാണ്, ഭാഗമാണ്. ഹാജിമാർ ദുആ ചെയ്യുന്നതിന് വേണ്ടി അവിടെ നിർബന്ധപൂർവം ചടഞ്ഞുകൂടുന്ന പ്രദേശം എന്നാണ് അതിന്റെ അർത്ഥം. മുൽത്തസമിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. ഇത് കഅബ ഷരീഫിന്റെ വാതിൽ. ഞാൻ പറഞ്ഞുവല്ലോ, കിഴക്ക് ഭാഗത്തേക്കാണ് കഅബ ഷരീഫിന്റെ വാതിൽ. അങ്ങനെ മുമ്പോട്ട് നടന്നാൽ ഈ കാണുന്ന മൂല, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഖുറൈശികൾ പുതുക്കിപ്പണിതപ്പോൾ ഉണ്ടാക്കിയ മൂലയാണ്. മൂലയാണെങ്കിലും കഅബ ഷരീഫിന്റെ അടിത്തറ മലക്കുകളിട്ട ആ അടിത്തറയിൽ തന്നെ ആയതുകൊണ്ട് മൂല പുതുക്കി ഉണ്ടാക്കി
ഉണ്ടാക്കി എന്നതുകൊണ്ട് കഅബ ഷരീഫിന്റെ മഹത്വത്തിനോ അമലുകൾക്കോ മാറ്റം വരുന്നില്ല. ഈ മൂലക്ക് പേര് റുക്നുൽ ഇറാഖി എന്നാണ് പറയുക. പ്രത്യേകമായ അറബി പേരും നാം പഠിച്ചു വെക്കേണ്ടതില്ല. ഈ കാണുന്ന ഇതിനകത്തുള്ള സ്ഥലമാണ് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നത്. ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയാൻ കാരണം മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ഹാജർ ബീവിയുടെയും വീട് അവിടെയായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്ത് കാരണത്താലായാലും ഹിജ്ർ ഇസ്മായിൽ എന്ന ഈ പ്രദേശത്തിന്റെ ഈ സ്ഥലത്തിന്റെ ഉള്ളിൽ 6 മുഴം ഗ്യാപ്പുണ്ട്. ഈ സ്ഥലം കഅബ ഷരീഫിന്റെ ഉള്ളിൽപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുറൈശികൾ പുതുക്കിപ്പണിതപ്പോൾ സാമ്പത്തിക ഭദ്രത അത്രമാത്രം അടിത്തറയില്ലാത്തത് കൊണ്ട് അവർ ബിൽഡിംഗ് ചുരുക്കിയപ്പോൾ അടയാളത്തിന് വേണ്ടി അവിടെ ഒരു മതിൽക്കെട്ട് പോലെ ഉണ്ടാക്കിയിട്ടുള്ളത്. തവാഫ് ചെയ്യുന്ന ആളുകൾ ഇതിന്റെ വെളിയിലൂടെയാണ്, പുറത്തു കൂടിയാണ് നടക്കേണ്ടത്. അതിന്മേൽ കൈവെക്കാൻ പാടില്ല. മാത്രമല്ല അതിന്മേൽ ചാരി നടക്കാൻ പാടില്ല, കയറി നടക്കാൻ പാടില്ല. തവാഫ് ചെയ്യുന്നവർ അതിനെ ചുറ്റിപ്പോകാതെ ഇതിന്റെ ഉള്ളിലൂടെ, വാതിലൂടെ, കവാടത്തിലൂടെ കടന്നുകൊണ്ട് ഉള്ളിലൂടെ പോകാനും പാടില്ല. ഇങ്ങനെ ചുറ്റിക്കൊണ്ടായിരിക്കണം തവാഫ് ചെയ്യേണ്ടത്. അങ്ങനെ വന്നാൽ ഇനി ഈ മൂലയുണ്ട്, ഈ കാണുന്ന മൂല, ഈ മൂലയാണ് റുക്നുൽ ശാമി എന്ന് പറയുന്നത്. ഈ 2 മൂലകളാണ് പിൽക്കാലത്തുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മൂലയിലോ ആ മൂലയിലോ കഅബ ഷരീഫിന്റെ 2 മൂലകളിൽ പ്രത്യേകമായി തടവലോ മൊത്തലോ സുന്നത്തായി കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ കാണുന്ന മീസാബ് ഇത് ഖുറൈശികളുടെ കാലത്തില്ല. ഇത് സ്വർണ്ണപ്പാത്തി എന്ന് പറയുന്നു. ഇതൊരു അടയാളത്തിന് വേണ്ടി വെച്ചിട്ടുള്ള പൈപ്പാണ്, ഇതാരും കണക്കാക്കേണ്ടതില്ല. ഇവിടെ ഇങ്ങനെ സ്വർണ്ണപ്പാത്തിയുണ്ട്. ഈ സ്വർണ്ണപ്പാത്തിക്ക് മീസാബ് എന്ന് പറയുന്നു. കഅബ ഷരീഫിന്റെ മുകൾ ഭാഗം ആദ്യകാലത്തെല്ലാം ഹോളായിരുന്നു. പിൽക്കാലത്ത് സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കഅബ ഷരീഫ് ഹിജ്റ 64-ാമത്തെ വർഷത്തിൽ പുതുക്കിപ്പണിതപ്പോൾ പെയ്യുന്ന മഴവെള്ളം അവിടെ തട്ടിടുകയും മഴവെള്ളം ഒലിച്ചു പോകുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ള പാത്തിയാണത്. ആ നേരെ നിന്ന് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്തുണ്ട്. കഅബ ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് മീസാബിന്റെ അടിയിൽ നിന്ന് ദുആ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ അതിനെ സംബന്ധിച്ച് പറയാം. 4-ാമത്തെ മൂലയാണ് റുക്നുൽ യമാനി എന്ന മൂല. ഈ റുക്നുൽ യമാനി എന്ന മൂലയും ഹജറുൽ അസ്വദ് എന്ന മൂലയും ഹജ്ജിന്റെ ഇബാദത്തായ തവാഫുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. തവാഫ് ചെയ്യുന്നതിന്റെ മുമ്പോ തവാഫ് ചെയ്യുന്നതിന്റെ ശേഷമോ തവാഫിനിടയിലോ ഈ 2 മൂലകളും പ്രത്യേകമായി മൊത്തൽ സുന്നത്തുണ്ട്. ഹജറുൽ അസ്വദിന്റെ മൂലയാകട്ടെ മുഖം വെച്ചുകൊണ്ടാണ് മൊത്തേണ്ടത്. ഈ റുക്നുൽ യമാനി എന്ന മൂലയാകട്ടെ മുഖം വെച്ചുകൊണ്ട് മൊത്തൽ സുന്നത്തില്ലെങ്കിലും കൈ കൊണ്ട് ഇങ്ങനെ തടകിയിട്ട് ആ കൈ മൊത്തലാണ് സുന്നത്ത്. ഹജറുൽ അസ്വദിന്റെ മൂല അങ്ങനെയല്ല, കൈ കൊണ്ട് തടകി മൊത്തൽ സുന്നത്തുണ്ട്. അതിന് പുറമെ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ മുഖം വെച്ചുകൊണ്ട് മൊത്തലും ചുംബിക്കലും അതിന് സുന്നത്തുണ്ട്. ഈ 2 മൂലകൾ തവാഫ് ചെയ്യുന്ന ആളുകളുടെ പ്രധാന ഇബാദത്തുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ കഅബ ഷരീഫിന്റെ 4 മൂലകളും 4 അതിരുകളും നാം പഠിച്ചുവല്ലോ. കഅബ ഷരീഫിന്റെ ഉയരത്തെ സംബന്ധിച്ച് പഠിക്കാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ഷരീഫ് പുതുക്കി പണിയുമ്പോൾ 9 മുഴമാണ് ഭൂസമനിരപ്പിൽ നിന്ന് 9 മുഴം ഉയരത്തിലാണ് പൊന്തിച്ചത്. ഖുറൈശികളുടെ കാലത്ത് പുതുക്കി പണിതപ്പോൾ 9 മുഴവും കൂടി കൂട്ടി 18 മുഴമാക്കി. സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പുതുക്കി പണിതപ്പോൾ 9 മുഴവും കൂട്ടി 27 മുഴമായി. ഇപ്പോൾ കാണുന്ന കഅബ ഷരീഫിന്റെ കെട്ടിടത്തിന് ഭൂസമനിരപ്പിൽ നിന്ന് 29 മുഴം ഉയരമാണുള്ളത്. ഷാദിർബാൻ എന്ന് പറയുന്ന ഒരു പാതുകമുണ്ട്. ആ പാതുകം മുതൽ കണക്ക് കൂട്ടി നോക്കിയാൽ 27 മുഴവും പാതുകത്തിന്റെ 2 മുഴവും കൂട്ടിയാൽ 29 മുഴം ഉയരമാണ് ഭൂനിരപ്പിൽ നിന്നും ആകാശഭാഗത്തേക്ക് കഅബ ഷരീഫിന് ഇപ്പോൾ ഉള്ളത്. لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا